ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച റമദാൻ 29 പൂർത്തിയാക്കിയാണ് ഞായറാഴ്ച ഹിജ്റ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. ശാസ്ത്രീയ ചാന്ദ്ര കലണ്ടറിൻ്റെ പ്രചാരകരാണ് ഹിജ്റ കമ്മിറ്റിക്കാർ. ഇതുപ്രകാരം അമാവാസി ദിവസമായ ഇന്നലെ നോമ്പ് 29 പൂർത്തിയായി. ഇന്ന് ശവ്വാൽ 1 കടക്കും. ഇന്നത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കും വന്നാൽ അതിൻ്റെ പ്രശ്നമാണ്. ഇന്നലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ഇന്നലെ ചന്ദ്രൻ ഉദിച്ചായി ഒന്നാണ്. നമ്മൾ കണ്ടോ കണ്ടില്ല എന്നുള്ളതല്ല, ഈ കാണുക എന്നുള്ളത് തന്നെ. നബിസ്വല്ലാഹു കാലത്ത് കണ്ട് നാല് പറഞ്ഞ്. കാരണം നബിസ്വല്ലാഹു ഒരു ദിവസം സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളോട് ചോദിച്ചെന്തൊന്ന് നമുക്കിന്ന് നോമ്പത്തിരിയായിരുന്നു. അവർ പറഞ്ഞു 22, ഇപ്പം എത്ര ബാക്കിയുണ്ട്? 8. അപ്പോൾ നബിസ്വല്ലാഹു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 22 നോമ്പ് കഴിഞ്ഞു, പക്ഷേ 7 ബാക്കിയുള്ളൂ. അപ്പം നബിസ്വല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 29-ാം തീയതി അല്ല 30-ാം തീയതി കണ്ടിട്ട് അടിസ്ഥാനത്തിനോ അല്ല. അപ്പോൾ ഈ കാണുക എന്നുള്ളത് തന്നെ ഈ മഗ്‌രിബിന്റെ സമയത്ത് അസ്തമിക്കുമ്പോൾ ഞാൻ തന്നെ നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഇന്നലെ ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അമാവാസി അഥവാ കറുത്ത വന്നത് 1 മാസത്തിന്റെ അവസാനത്തെ ദിവസം. മറ്റേ സൂര്യഗ്രഹണം സംഭവിക്കുക 1 മാസത്തിന്റെ അവസാനത്തെ ദിവസം. അപ്പം ഇന്നൊന്നാണ് യാതൊരു സംശയമില്ല. അപ്പം മാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നായിക്കോയില്ലൊന്നും സംശയിച്ച് കാര്യമില്ല. കാരണം നമ്മൾ നമസ്കരിക്കുന്നത് കണക്ക് നോക്കിയിട്ടല്ല, കണക്ക് നോക്കിയിട്ടാണ്, അഥവാ നമ്മൾ സൂര്യൻ നോക്കിയിട്ടല്ല. അപ്പം നമ്മൾ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പ് തുറക്കുന്നതൊക്കെ. ഖുർആൻ പറഞ്ഞ് സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചാണ്. അപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ സൂര്യന്റെ കണക്കനുസരിച്ച് നമസ്കരിക്കുകയും നോമ്പ് തുറക്കൊക്കെ ചെയ്യുന്നു. നിങ്ങൾ കിഴക്കുന്ന് ഇരുട്ട് വരുന്നുണ്ടാ നോമ്പ് തുറക്കുക എന്നാ പറഞ്ഞത്. അതൊന്നുമല്ല, നമ്മൾ കണക്ക് നോക്കി. ആ കണക്ക് ഇനിയാണ് ചന്ദ്രന്റെ കണക്ക്. അപ്പം ചന്ദ്രന്റെ കണക്കനുസരിച്ച് ഇന്നലെ അതിന്റെ അവസാന ദിവസമാണ്, ഇന്നൊന്നാണ്. ഇത്രയിൽ വിഷയങ്ങൾ വേറൊന്നുമില്ല. ഒരു തീയതി ആരെങ്കിലും കണ്ടോ കണ്ടില്ലേ എന്ന് നോക്കി തീരുമാനിക്കപ്പെടേണ്ട ഒന്നല്ലെന്നും അതൊരു പ്രപഞ്ച സത്യം ആണെന്നുമാണ് ഹിജ്റ കമ്മിറ്റിയുടെ വാദം. ഈദ്ഗാഹിന് എ ഹമീദ് മാസ്റ്റർ നേതൃത്വം നൽകി. SSLC+2 യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചറാകാം. മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ്, ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിംഗ്, അബാക്കസ് ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിംഗ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം, ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി. പഠന കാലയളവിന് ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്.